നാം ഒക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഭവനം, കൂടപ്പിറപ്പുകൾ, മാതാപിതാക്കളൊക്കെ നമ്മുടെ നന്മയ്ക്ക് ഒരുപാട് സഹായം ചെയ്യുന്നവരാണ്. അവരുടെ ചെയ്തികളും പ്രവൃത്തികളും ഒക്കെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാവുക, നമുക്ക് പേരും പെരുമയും ഒക്കെ സമ്മാനിക്കുക. അല്ലാതെ നമ്മുടെ മാത്രം പ്രവർത്തനങ്ങളല്ല. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമുക്ക് ഒത്തിരി അഭിമാനവും ഉണ്ടാവാറുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികളായ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കുവാനുള്ള ഒരു വചനഭാഗമാണ് സുവിശേഷം സമ്മാനിക്കുക. ഈശോ പറയുന്നുണ്ട്, ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, ദാ ഇവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ. ഈശോമിശിഹായുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായി നാമൊക്കെ ഉയർത്തപ്പെടുമ്പോൾ അവന്റെ ചെയ്തികൾക്ക് പറ്റിയ ചെയ്തികളാണോ നാമൊക്കെ ചെയ്ത് കൂട്ടുക. നമ്മുടെ ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഒക്കെ അവന്റെ കുടുംബത്തിന്റെ അംഗത്തെ പോലെയാണോ നാമൊക്കെ ചെയ്യുക എന്ന് ധ്യാനിക്കേണ്ട ഒരു സമയത്താണ് നാമൊക്കെ ആയിരിക്കുക. എല്ലായ്പ്പോഴും ദൈവത്തിന് പ്രീതികരമായ കർമ്മങ്ങൾ മാത്രം ചെയ്യുവാനായിട്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ട് ഒരിക്കലും അവന്റെ പേരിന് കളങ്കം വരാതിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായുടെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ അമ്മമാരെ, സഹോദരങ്ങളെ തിരിച്ചറിയുവാനുള്ള വലിയ ഹൃദയവിശാലത ക്രിസ്തുവിനുണ്ടായിരുന്നു. നാം ഒക്കെ ഇന്നായിരിക്കുന്ന കുടുംബത്തിന്റെ ചുമരുകൾക്ക് പുറത്തേക്ക് നമ്മുടെ കുടുംബം എന്തെങ്കിലുമൊക്കെ വളർന്നിട്ടുണ്ടോ ധ്യാനിക്കുവാനായിട്ട് ഇന്ന് പരിശ്രമിക്കാം. ഈശോ മിശിഹ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ചിലരെങ്കിലുമൊക്കെ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും തള്ളിപ്പറയുമെന്നും ഒക്കെ അറിയാമായിരുന്നിട്ടും അവരെയും വിളിക്കുക സഹോദരങ്ങളെന്ന് തന്നെയാണ്. സഹോദര സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ഈശോ അവരെയെല്ലാം മാനിച്ചതും. നമ്മുടെയൊക്കെ സൗഹൃദ വലയങ്ങൾ എപ്രകാരമാണ്? നമുക്ക് നന്മ ചെയ്യുന്നവരെ മാത്രം നാം കൂടെ നിർത്തുന്നു, നമുക്ക് സഹായിക്കുന്നവരെ മാത്രം നാം കൂടെ നിർത്തുന്നു. പലപ്പോഴും ആളുകളുടെ ഗുണഗണങ്ങൾ നോക്കിയാണ് നാമൊക്കെ സൗഹൃദ വലയങ്ങൾ സൃഷ്ടിക്കുക. നാമൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, നാം കടന്നു പോകുന്ന ജീവിത മേഖലയിൽ, ശുശ്രൂഷാ മേഖലയിലൊക്കെ നമ്മുടെ ഭവനത്തിന്റെ പുറത്ത് നമുക്ക് അമ്മമാരുടെ സ്ഥാനമുള്ള, സഹോദരങ്ങളുടെ സ്ഥാനമുള്ള എത്ര ബന്ധങ്ങളുണ്ടെന്ന് കൂടെ നമുക്ക് ധ്യാനിക്കാം. ജീവിത ഇടങ്ങളിലൊക്കെ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ സഹോദര സ്നേഹത്തിന്റെ, പരസ്പരം മനസ്സിലാക്കലിന്റെ, പങ്കുവെപ്പലിന്റെ ഒരിടമായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ചിന്തയിൽ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, അവിടെ കുറവുകളും പാളിച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ മാത്രമുള്ള ഒരു കാരണമാണെന്നുള്ള ചിന്തയിൽ മുമ്പോട്ട് പോകുവാൻ, ക്ഷമയോടുകൂടെ സഹനത്തോടുകൂടെ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും വിശാലമാകുന്ന ഈ ലോകത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.